ഹായ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പറയുന്നത് പാവപ്പെട്ട വീട്ടിലെ പെണ്ണുങ്ങളായി ജനിച്ചു പോയതിന്റെ കുറ്റമാണ്. പാവപ്പെട്ട വീട്ടിലെ പെണ്ണുങ്ങളായിട്ട് ജനിച്ചു പോയതിന്റെ കുറ്റമാണ് ഞാൻ പറയുന്നത്. 70 കാലഘട്ടത്തിലെ, ഇന്നത്തെ അല്ല, 70 കാലഘട്ടത്തില് ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത ഒരു കാലഘട്ടമായിരുന്നു. പഠിത്തത്തിനോ ആഹാരം പോലും നേരെയില്ല. അപ്പോൾ ഈ പെൺമക്കളെയൊക്കെ, പാവപ്പെട്ട വീട്ടിലെ പെൺമക്കളെയൊക്കെ വീട്ടു ജോലിക്ക് വിടുമായിരുന്നു. എന്റെ സഹോദരന്മാര്, എന്നെ കേൾക്കുന്നവര്, ഏതൊരു കാരണവശാലും സ്വന്തം പെമ്മക്കളെ വീട്ടുജോലിക്ക് വിടല കേട്ടോ. എന്റെ ചെറുപ്പത്തിൽ ഒരു 7-8 വയസ്സായി. 8 വയസ്സിലൊക്കെ നമുക്ക് അത്യാവശ്യം ഒരു ബോധമൊക്കെ ഉള്ളതാണ്. ഒരു വീട്ടുജോലി കഴിഞ്ഞ് വന്ന ചേച്ചി, ആ ചേച്ചി ഇരുന്ന് പറയുക, നേരെ ആഹാരം തരൂല, ഇവരുടെ വസ്ത്രങ്ങളൊക്കെ കഴുകണം, പറഞ്ഞാൽ അറയ്ക്കുന്ന വസ്ത്രങ്ങളാ കഴുകേണ്ടത്. ഈ ചേച്ചി രണ്ട് ചേച്ചിമാരത്ത് പറയുവാണ്, എടി അവിടെ സുഖമാണോ, അവിടെ എങ്ങനെയുണ്ട്, നേരെ ഭക്ഷണം പോലും കൊടുക്കൂല, പറഞ്ഞാൽ അറപ്പ് വരുന്ന ഈ വസ്ത്രങ്ങളാണ് ഇവരെ കൊണ്ട് കഴിയിപ്പിക്കുന്നത്. രാത്രിയാകുമ്പോൾ ഒന്നീ മോനോ അല്ലെങ്കിൽ അവിടുത്തെ യജമാനോ ആരെങ്കിലും അതിഥിയായിട്ടുണ്ടാവും. രാത്രി മിണ്ടാൻ പറ്റുമോ? ഇല്ല. രാവിലെ ഉറക്കം തൂങ്ങി ജോലി ചെയ്യണം, എല്ലാ ജോലി എടുക്കണം, അടുക്കള ജോലി, എല്ലാ ജോലി എടുക്കണം. സ്വന്തം തന്തേരത്ത് പോയി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് അഹങ്കാര. ആ തന്ത ഇവിടെ തെറി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ആ തന്ത ഈ ചേച്ചിനെ തെറി പറയുന്നത് കേട്ടിട്ടുണ്ട്. അവര് നല്ല മനുഷ്യന്മാരല്ലേ, പൈസക്കാരല്ലേ. എന്നാ ഓലക്കേല പൈസ. 83 അന്ന് ഇങ്ങനെ സൺ TV, പെൻ TV, TV പ്രോഗ്രാം ഒന്നുമില്ല. ആകപ്പാടെ ഉള്ളത് ഒരു ദൂരദർശന. ആ ദൂരദർശനില് ഇങ്ങനെയുള്ള ഇവിടെയുള്ള ബ്ലൗസൊക്കെ ഇട്ടിട്ട് ഓരോ പെണ്ണുങ്ങൾ വന്നിട്ട് വലിയ വീരബാധകളൊക്കെ തീട്ടക്കണക്കാ പറയുന്നത്. എന്റെ വീട്ടിലെ ജോലിക്കാരി ഭയങ്കര തീറ്റയാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇടുക്കി ജില്ലയിൽ നിന്ന് കന്യാകുമാരി വരെ വണ്ടി ഓടുവാണ്. ഇടയ്ക്കിടയ്ക്ക് പെട്രോൾ അടിച്ച് പോയി കിട്ടുന്നുണ്ടെങ്കിലോ അവിടെ ചെല്ലുമ്പോൾ അങ്ങനെ പെട്രോൾ അടിക്കേണ്ട ആവശ്യമില്ല. കന്യാകുമാരി ചെല്ലുമ്പോൾ അതേസമയം ഇവിടെ നിന്ന് നേരെ കന്യാകുമാരി ചെന്ന് അടിച്ചിട്ടുണ്ടെങ്കിലോ ഫുൾ ടാങ്ക് പെട്രോൾ വേണം. അന്ന് ഈ ചേച്ചിമാർ പറയുന്നത്, ചേച്ചിമാർ പല പല അത്ഭുതങ്ങൾ പറയും. അങ്ങനെ ഈ നാണമില്ലാത്ത കണക്കുകളാണ് പറയുന്നത്. ഇവരുടെ വീട്ടുകളിൽ, ഈ വീട്ടു ജോലിക്ക് നിൽക്കുന്ന യജമാനത്തിന്റെ വീട്ടുകളിലൊക്കെ ഫ്രിഡ്ജിനകത്ത് ആപ്പിള്, മുന്തിരി, പട്ടിക്ക് തിന്ന ബിസ്ക്കറ്റ്, മറ്റേ ബിസ്ക്കറ്റ്, മറിച്ച ബിസ്ക്കറ്റൊക്കെ വാങ്ങിച്ചു വെക്കും. ഇത് മക്കൾ അപ്പോഴപ്പ തിന്നും. അപ്പൊ ഇവരുടെ മക്കൾക്ക് ആഹാരം വേണ്ട. ഈ പെണ്ണുങ്ങള്, ഈ ജോലിക്ക് ഇരിക്കുന്ന പാവപ്പെട്ട പെണ്ണുങ്ങള് അവിടെ ചെന്നിട്ട് അവിടെ ജോലി എടുത്ത് കഴിയുമ്പോഴത്തേക്കും വൈകുന്നേരം ഒരു ചപ്പാത്തിയോ, അതല്ല രസം. എന്തെങ്കിലും ഒരു സാധനം എടുത്ത് തിന്നിട്ടുണ്ടെങ്കിൽ ഒരു കട്ട് തിന്നും. സാധാരണ ഇവിടെ ഒരു 10 പവൻ സ്വർണമോ 2 ഈ പിത്തളയോ ബന്ധേ കട്ട് തന്നെയാണ്. ഇവരുടെ വീട്ടിൽ എന്തെങ്കിലും സാധനം എടുത്ത് തിന്നിട്ടുണ്ടെങ്കിൽ അത് കട്ട് തിന്നെന്നാണ് പറയുന്നത്. ഇതേപോലെ നാറിയ വർഗം, നാണമില്ല. TV കയറി ഇരുന്നും കൊണ്ട് പറയുവാണ്,
എന്റെ വേലക്കാരികൾ ഭയങ്കര തീറ്റ എന്ന് പറഞ്ഞു. ഈ സച്ചിൻ ടെണ്ടുൽക്കറിന്റെ ആൾക്കാരുണ്ട്, മറാഠികൾ, അവരിത് കേൾക്കുക. അവര് കേട്ടിട്ട് പറയാ, നീ പട്ടീന്റെ മുമ്പിൽ തൂറില്ലടി. ഇങ്ങനെ തുപ്പണ അവരെ, കാർ തുപ്പാണ് ഇവരെ. കാരണം പാവപ്പെട്ടവർക്ക് തീറ്റ, അന്നദാനം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പുണ്യദാനം കരുതുന്നവരാണ് മുസ്ലിംസ്. ആദ്യം ഈ അന്നദാനം തുടങ്ങി വെച്ചത്. ഇപ്പം നമ്മളെ ഇവിടെ SNDP അമ്പലത്തിലൊക്കെ അന്നദാനം കൊടുക്കുന്നുണ്ട്. കാരണം എന്താണ്? അന്നദാനം ഏറ്റവും വലിയ പുണ്യദാനം. അന്ന് ഈ പാവപ്പെട്ട പെൺപിള്ളേർ പണിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ തീറ്റയില്ല, ശമ്പളമില്ല, ഒന്നുമില്ല. എന്നിട്ട് ഇവർ ഈ കീറിപ്പറഞ്ഞ ബ്ലൗസൊക്കെ ഇട്ടും കൊണ്ട് TV കയറിയിരുന്നുകൊണ്ട് വലിയ വലിയ ബെഡായി വർത്താനാ പറയുന്നത്. എന്നിട്ട് ഈ സച്ചിൻ ടെണ്ടുൽക്കർ ആൾക്കാർ, മറാഠിക്കാർ കൂവി അവരെ ഓടിക്കുമായിരുന്നു. അവരവിടെ നിന്നില്ല. നാണം കെട്ട വർത്താനാണ്. ഇവരൊക്കെ ദൈവവിശ്വാസികളാണ്, ഭയങ്കര ദൈവവിശ്വാസികളാണ്. എന്റെ സഹോദരന്മാരെ, എന്നാ ജോലിക്ക് വിട്ടാലും ഈ വീട്ടു ജോലിക്ക് വിടരുത്. ഈ പെണ്ണുങ്ങളെ ഭയങ്കര ബുദ്ധിമുട്ടിക്കുന്നതാണ്. ഞാൻ കള്ളം പറയുവാണെങ്കിൽ 60-70 കാലഘട്ടത്തിലുള്ള അമ്മച്ചിമാർ ജീവിച്ചിരിക്കുവാണെങ്കിൽ അവർ വീട്ടു ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ചോദിച്ചു നോക്ക്, അവർ എന്തെല്ലാം അനുഭവങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന്. ജോലിയെടുക്കുന്ന മാത്രമല്ല, യജമാന്മാര് ആൺമക്കളെ പണിയെടുത്ത് കൊടുക്കണം. പല പല ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചവരാണ് അവര്. ഇന്നും ചില സ്ഥലത്തൊക്കെ, ഈ കേരളത്തിന്റെ ചില സ്ഥലത്തൊക്കെ പാവപ്പെട്ട പെണ്ണുങ്ങളെ കൊണ്ട് പണിയെടുപ്പിക്കുന്നുണ്ട്. ഭയങ്കര ബുദ്ധിമുട്ടാണ് അവർക്ക്. അറേബ്യൻ രാജ്യത്തുണ്ട്. പെണ്ണുങ്ങളെ കഷ്ടപ്പെട്ട് പണിയെടുപ്പിക്കുകയാണ്. സമയത്തിന് ആഹാരമില്ല, അവരെ കൊണ്ട് ഇരട്ടിപ്പണിയെടുപ്പിക്കുകയാണ്. എന്നിട്ട് തീറ്റയില്ല. സങ്കടകരമായ വാക്കുകളാണ്. പാവപ്പെട്ട പെണ്ണുങ്ങളായി ജനിച്ചോണ്ടാണ്. ഈ തന്തന്മാർക്ക് എന്തെങ്കിലും വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ, നിനക്ക് മറ്റേ കഴപ്പ സ്വന്തം സന്ത പറയുന്നതാണ്. ഞാൻ കേട്ടിട്ടുണ്ട്. ആ ചേച്ചി വന്ന് സന്ദേശത്ത് പറഞ്ഞപ്പോൾ ഞാൻ ഇനി പോകുന്നില്ലെന്ന് പറഞ്ഞത് ചെവുക്കിറ്റ് നോക്കി അടിക്കുമായിരുന്നു. എന്നിട്ട് പറയാ, ഞാനൊക്കെ നിന്നെ എങ്ങനെ തിരിക്കും, കയറിക്കിടന്ന് ഉണ്ടാക്കുമ്പോ നോക്കണടാ. ആ പിള്ളേരെ കണ്ടവന്റെ ജോലിക്ക് വിട്ടിട്ട് അവരനുഭവിക്കുന്ന വേദനകൾ ബ്രിട്ടീഷുകാരുടെ അടുത്ത് ഇത്രയും ഇല്ലായിരുന്നു. ബ്രിട്ടീഷുകാർ ഭരിക്കുമ്പോൾ ഇത്ര വേദനയില്ലായിരുന്നു. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദുനിയാവിൽ കിടന്നുകൊണ്ട് ഈ പാവപ്പെട്ട പെണ്ണുങ്ങൾ ജോലി ചെയ്യുന്ന പെണ്ണുങ്ങൾ കിടത്ത് അനുഭവിക്കുന്നതാണ്. ഇതൊന്നും നിങ്ങൾ ചിന്തിക്കുന്നില്ല. തന്തമാരെ ഉണ്ടാക്കി അങ്ങ് വിടുക, വല്ലവന്റെ വീട്ടിലേക്ക് കയറി അങ്ങ് വിടുക, കയറ്റി അങ്ങ് വിടുക ജോലിക്ക്. നീ പോയി അവിടെ പോയി ഉണ്ടാക്ക. എന്ത് കണ്ടോണ്ടാ പിന്നെ ഉണ്ടാക്കണേ? സങ്കടം വരുന്നു കേട്ടോ. അന്ന് ആ ചേച്ചി അവിടെ ഇരുന്ന് കരയുമായിരുന്നു. കണ്ണിൽ കൂടി തീയാ പറക്ക, തീ. കാരണം ഒരു നേരത്തെ ആഹാരമില്ലാത്തതാ. ഞങ്ങളൊക്കെ മാവ് കയറിയിട്ട്, അന്നൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ നാട്ടിൽ വെച്ചിട്ട് ഈ നാട്ടിലുണ്ടെങ്കിൽ എറിയരെന്ന് പറയും, മാവ് കയറി പറിച്ചോളം പറയും. പട്ടിണിയാണ്. അവിടെ ചെന്ന് പട്ടിണി മാറുമോ? ഇവിടത്തേക്കാളും കഷ്ടം അവിടെ. ഇവിടെ വൈകുന്നേരം എങ്ങനെയും കൊണ്ട് കൊടുത്താൽ ചേര കൊടുക്കും. അവിടെ തീറ്റയും കൊടുക്കും, വിളിച്ചു പറയും. അവള് നല്ല തീറ്റ കേട്ടോ. ഒരു ചപ്പാത്തി കൂടുതൽ തിന്നാ തീറ്റ. ഇവര് പട്ടിന്റെ മുമ്പിൽ തൂറാത്തവരാ. ഇവരുടെ വാക്കുകളൊക്കെ മറപ്പ് വരും. അതാണ് ഈ ചേച്ചിമാർ ജീവിച്ചിരിക്കുന്നുണ്ട്. അവർക്ക് നിങ്ങൾ ചോദിച്ചു നോക്ക്. വീട്ടു ജോലിയെടുത്ത ചേച്ചിമാർ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ ചോദിച്ചു നോക്ക്.
പല പല അനുഭവങ്ങളുള്ളവരാണ്. ഭക്ഷണം കൊടുക്കൂല. ഞാൻ പറഞ്ഞില്ലേ, രാത്രി യജമാനോ സ്വന്തം മോനോ ഗസ്റ്റായിട്ടുണ്ടാവും. അതാണ് ഈ അമ്മമാര്. ഇവര് യജമാനത്തിമാര് പ്രസവിച്ചിട്ട് കൊടുക്കും, അവിടെ തീട്ടാമൂത്രം ഇവരാ വാറേണ്ടത്. ഞാൻ വീഡിയോ ചെയ്യുന്നത് കള്ളമല്ല. നീ അമ്മമാര് ചോദിച്ചു, പണ്ടത്തെ അമ്മമാർ ചോദിച്ചു നോക്ക്, വീട്ടു ജോലിക്കുന്ന അമ്മമാർക്ക് നിങ്ങൾ ചോദിച്ചു നോക്ക് കേട്ടോ. അത് കഴിഞ്ഞിട്ട് എന്റെ സംസാരിക്കാൻ പാ. നിങ്ങൾ ഒരു നേരത്തെ ആഹാരം കൊടുക്കണ്ടേ? അന്നദാനമാണ് ഏറ്റവും വലിയ പുണ്യദാനം. അതിന്ന് എല്ലാവരും അത് അംഗീകരിച്ചിട്ടുണ്ട്. 10 വർഷം SNDP അമ്പലത്തിൽ സാപ്പാട് കൊടുക്കുന്നത്. ഏത് ജാതിക്കാർക്ക് പോയാലും ഇഷ്ടം പോലെ സാപ്പാടാണ്. രാവിലെ ഇഡ്ഡലി സാമ്പാറാണെങ്കിൽ വൈകുന്നേരം ചോറ്, വൈകുന്നേരം കാപ്പി, ഇതൊക്കെ കൊടുക്കുന്നുണ്ട്. എല്ലാ അമ്പലത്തിൽ ഇപ്പം കൊടുക്കാൻ തുടങ്ങി. കാരണം അന്നദാനത്തിനെ പോലെ വേറൊരു ദാനമില്ല. എന്നിട്ട് എച്ചിലി കണക്ക് പറയുന്ന അമ്മമാരുണ്ടായിരുന്നു, ഈ കൊച്ചമ്മമാര്. ഞാൻ പറഞ്ഞില്ലേ, TV കയറി ഇരുന്ന് സംസാരിക്കുമായിരുന്നു. നാണം കെട്ട വർത്താനാ പറയുന്നത്. അവരുടെ മക്കൾക്ക് ഇപ്പൊ ജീവിച്ചിരിക്കുക കേട്ടോ, വലിയ നാളേക്ക് പിറക്കി ഉദ്യോഗസ്ഥന്മാരായിട്ട് നളിഞ്ഞൊക്കെ നടക്കണേ. നാണമില്ലേ നിങ്ങൾക്കൊക്കെ? ഒരു ജോലി എടുക്കുന്ന കൊച്ചിച്ചിരി ആഹാരം കഴിച്ചെന്നില്ലിക്കൊണ്ട് നിങ്ങളെ വേണ്ടാത്ത തുണികളിൽ അലക്കി തരുന്നത്. വിദേശ രാജ്യത്തും ചില രാജ്യത്തിൽ ചിലവർ കഷ്ടപ്പെടുന്നുണ്ട്. എന്നിട്ട് ഇവരൊക്കെ നിസ്കരിക്കുന്നുണ്ട്, ദൈവത്തിനെ വിളിക്കുന്നുണ്ട്, അമ്പലത്തിൽ പോകുന്നവരുണ്ട്, ചർച്ചിൽ പോകുന്നവരുണ്ട്. എന്തിനാ പോണേ? ഇന്നസെന്റ് ചേട്ടൻ പറഞ്ഞ പോലെ എന്തിനാ പോണേ നീയൊക്കെ? വല്ല കാര്യമുണ്ടോ? ഏതെങ്കിലും ദൈവം വിളിയാക്കുവോ? ആഹാരം കൊടുക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിന്റെ ജോലിക്കാരനെ ശ്രദ്ധിക്കാത്തവൻ നീ ഇസ്ലാമല്ല. നിന്റെ ജോലിക്കാരന് ശമ്പളം കൊടുക്കാത്തവൻ നീ ഇസ്ലാമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പട്ടവനല്ല എന്നാ പറഞ്ഞ, നബി പട്ടവനല്ല. അവർക്കുള്ള ശമ്പളം കൊടുക്കുക, അവൻ ആഹാരം കൊടുക്കുക. നിന്റെ ജോലിക്കാരനാണ് നിന്നെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇന്ന് ചില മുസ്ലിങ്ങളുണ്ടല്ലോ ഹോട്ടൽ മുതലാളിമാര്, ഇവരൊക്കെ ഭയങ്കര ഇതാ പറയുന്നത്. ഞങ്ങള് പൈസ ഉണ്ടോ? എന്നാ പൈസ? നിങ്ങൾ കുറെ പൈസ മാറി ഇട്ടുന്നില്ല കൊണ്ട് കിട്ടുമോ? പണിക്കാർ കിടന്ന് അധ്വാനിക്കണം. പണിക്കാർ അധ്വാനിച്ചില്ലെങ്കിൽ നിങ്ങളെ കാര്യം പോക്കാം. പൈസ അവിടെ ഇട്ടുന്നില്ല കൊണ്ട് വലുതാവോ? ഇല്ലല്ലോ. എന്നിട്ട് അവർക്ക് ശമ്പളം കൊടുക്കാൻ മടിയാ. 100 രൂപ 50 രൂപ കൂട്ടി കൊടുക്കാൻ അവർക്ക് മടിയാ. 100 രൂപ അവന് കൊടുത്താൽ അവന് നഷ്ടം വരും. കോടിക്കണക്കിന് അവിടെ എവിടെയും കൊണ്ട് ചിലവാക്കും. ബോംബെയിൽ ചില മുസ്ലിം മുതലാളികളുണ്ട്. ഇവര് ഒരു ഡപ്പയിൽ കുറെ പൈസ ഇട്ടേക്കും. 50,000 20,000 രൂപ ആകുമ്പോൾ നാട്ടിൽ കൊണ്ടുപോകും. ഞാൻ ചോദിച്ചു, നിങ്ങളുടെ പണിക്കാര് ഞങ്ങൾ കോടീശ്വരമായത് നിങ്ങൾക്ക് പണിയെടുക്കുന്നത് ചോദിച്ചു. ഈ സക്കാത്ത് ഞങ്ങൾ നാട്ടിൽ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതെ ഇന്നാൾ ഇത്രയും കൊടുക്കുന്നുണ്ട്. പേരല്ലേ? അള്ളാന്റെ കൂലിയല്ലേ വേണ്ടത് ഇവർക്ക്? വിശ്വസിക്കുന്ന ദൈവത്തിന്റെ കൂലിയല്ലേ വേണ്ടത്? ഇവർക്ക് പേര് കിട്ടണം. നാട്ടുകാരെ അടുത്ത് പൊങ്ങച്ചം കാണിക്കണം. ഞാൻ വലിയ മറ്റവനാണ് മറിച്ചവനാണ്. ഞങ്ങളെ ഖുർആനിൽ അൽ ബഖറ എന്ന് പറഞ്ഞ സൂറത്തിൽ 151 തൊട്ട് 55 വരെയുള്ള ആയത്തിൽ പറയുന്നുണ്ട്, നീ അർഹതപ്പെട്ടവനെ കണ്ടു കൊടുക്ക്. അർഹതപ്പെട്ടവനെ കണ്ടുപിടിച്ചു കൊടുക്കണം. അല്ല അവിടെ പള്ളിയിൽ ഇവിടെ കൊണ്ട് കൊടുത്തിട്ട് കാര്യമില്ല. അർഹതപ്പെട്ടവന് സക്കാത്ത് കൊണ്ട് അവന് ദാനം ചെയ്യുന്ന അർഹതപ്പെട്ടവനെ കണ്ടു കൊടുക്കുന്നേ. ഹോട്ടലിലെ തൊഴിലാളിയെ വിട്ടിട്ട് അവിടെ ഇവിടെയും കൊണ്ട് കുറെ പൈസ കൊടുക്കും. സ്വന്തം സ്ഥാപനത്തിൽ നിൽക്കുന്നവനെ സഹായിക്കൂല.
ആ പൈസ കൊണ്ട് അവന് 50,000 രൂപ കൊടുക്കും, വേറെ 1 ലക്ഷം രൂപ കൊടുക്കും, 5 ലക്ഷം രൂപ കൊടുക്കും. സ്വന്തം സ്ഥാപനത്തിരിക്കുന്ന സഹായിച്ചാലേ പുണ്യം കിട്ടും. അതാണ് ഞാനിന്ന് പറഞ്ഞു തന്നത്. പാവപ്പെട്ട ഹിന്ദു ആവട്ടെ, ക്രിസ്ത്യാനി ആവട്ടെ, മുസ്ലിം ആവട്ടെ, പാവപ്പെട്ട സ്ത്രീകൾ ജനിച്ചതിന്റെ ഒരു ദുഃഖമാണ് ഞാൻ പറഞ്ഞത്. പണ്ടത്തെ അമ്മമാർക്ക് ചോദിച്ചു നോക്കും. 90 വയസ്സായ അമ്മമാർക്കോ 70 വയസ്സായ അമ്മമാർക്കോ 80 വയസ്സായ അമ്മമാർക്കൊക്കെ ചോദിച്ചു നോക്കുക കേട്ടോ. അവരുടെ ഈ അനുഭവങ്ങൾ അവർ പറഞ്ഞുതരും. അവരുടെ മനസ്സിലിപ്പോഴും അന്നത്തെ ചിന്തയാണ് കണ്ണുനീരാണ്, കണ്ണുനീരുകൾ. ഈ കണ്ണുനീരിന്റെ വിലകൾ ഇവരൊക്കെ അനുഭവിക്കത്തുള്ളൂ. ഇന്നൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നല്ല, ഇന്നും അനുഭവിക്കുന്ന പെണ്ണുങ്ങളുണ്ട്. അവർ പുറത്ത് ഡിക്ലെയർ ചെയ്യുന്നില്ലെന്നുള്ളൂ. ഇന്നും വീട്ടിൽ നിൽക്കുന്ന പെണ്ണുങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അവർ പുറത്ത് വരുന്നില്ല, പാവങ്ങള്. അതാണ് ഇന്നും വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന പെണ്ണുങ്ങൾക്ക് നിങ്ങൾ കുറെ പേര് സ്വകാര്യമായിട്ട് ചോദിച്ചു നോക്ക്. അവരവരുടെ കാര്യങ്ങൾ വെളിപ്പെടുത്തും. അവരെ എങ്ങനെയാണ് ആന ചേന എന്നൊക്കെ ചോദിച്ചു നോക്ക്. സ്നേഹത്തോടെ ചോദിച്ചു നോക്ക്. അവര് കാര്യങ്ങൾ പറയും. നിങ്ങളൊക്കെ ഈ ക്യാമറയും കൊണ്ടൊക്കെ നടക്കുന്നവര് ഈ പാവപ്പെട്ടവരുടെ മുമ്പിലൊക്കെ തിരിക്കുക കേട്ടോ. അന്ന് അവരെ വിവരങ്ങൾ പറയും. അതാ എനിക്ക് പറയാനുള്ളത്. ഞാൻ ആരെയും കുറ്റം പറഞ്ഞതല്ല. അവരുടെ കഷ്ടം നിങ്ങൾ അറിയണം.